നായൻ. എവിടെയായിരുന്നു ഇത്രയും നാൾ? മരിയേറ്റി, എന്താ ഇത്? എന്റെ വീട്ടുകാരുടെ ശത്രുവിനോട് സന്ധി ചെയ്യാം, അതിൽ തെറ്റില്ല. പക്ഷെ ഇവനോട് വിട്ടുവീഴ്ചയില്ല. ഞാൻ വരുമ്പോ ഈ വൃത്തികെട്ട ശവം ആ കിളിവാതിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. നിനക്കെന്താണ് ഇവിടെ ഒളിഞ്ഞു നോക്കാൻ? നീ കൂടി അംഗമായ വിപ്ലവ സംഘത്തിന് നീ അറിയാത്ത എന്ത് രഹസ്യമാണുള്ളത്? അതിന് മരിയ എന്തിനാണ് അടിച്ചവന്റെ തല പൊളിച്ചത്? നമ്മുടെ ഒരു സഖാവ് ഒരു മാസം മുമ്പ് വരെ കേണലിന്റെ കീഴിൽ പരിശീലനം നടത്തിയ ഒരു പോരാളി. എന്തൊരു പ്രാകൃതമായ ശിക്ഷയാണ് മരിയേണ്ടത്. ഒരു ഒളിഞ്ഞു നോട്ടത്തിന് അടിച്ച് തല പിളർക്കുകയോ? മരിയ, അല്പം പോലും പശ്ചാത്താപം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? മാസങ്ങൾ വെച്ചു വിളമ്പിയ കൈകൊണ്ട് അവന്റെ ചോര തെറിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അത് അവൻ പറയട്ടെ, അവന്റെ നാവ് പൊങ്ങില്ല. എന്താണ് വെനേറിയ, നീ എന്ത് ചെയ്തു? റൗൾ, നിങ്ങളെല്ലാം എനിക്ക് മക്കളെ പോലെയാണ്. ഈ മെക്സിക്കോവിൽ കഴിയുമ്പോഴും പെറ്റ നാടായ ക്യൂബയുടെ വിളിയാണ് എന്റെ കാതുകളിൽ എപ്പോഴും. ഭർത്താവ് മരിച്ചിട്ടും ക്യൂബയിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ കാലുറപ്പിച്ചു നിന്ന എന്റെ ജീവിതം അർത്ഥവത്തായത് ഈ വീട് നിങ്ങളുടെയൊക്കെ സങ്കേതമായപ്പോഴാണ്. എത്ര പേർക്ക് ഞാൻ വെച്ച് വിളമ്പി തന്നു, നിങ്ങളുടെ എല്ലാ മൂത്ത ചേച്ചിയും അമ്മയുമായി. എന്തുണ്ടായതൊക്കെ പറയാൻ? ക്രൂരനായ ബാറ്റിസ്റ്റയുടെ കൈകളിൽ നിന്നും നമ്മുടെ ജന്മനാടിനെ മോചിപ്പിക്കാനല്ലേ ഈ പോരാട്ടം. ആന്റി, ഈ ത്യാഗം ഒന്നും വെറുതെ ആകും. നിതാന്ത ജാഗ്രതയില്ലെങ്കിൽ നിൽക്കുന്ന ഒരു കേണൽ കുറെ തണ്ടും തടിയും തോക്കും ആവേശവും മതിയോ? മനുഷ്യനെ മനസ്സിലാക്കണം. എടോ, കുറച്ചു നാൾ മുമ്പ് ഫിഡൽ കാസ്ട്രോവിനെ മെക്സിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചില്ലേ? ആരാണ് എന്റെ ഫിഡലിനെ ഒറ്റുകൊടുത്തെന്നറിയാമോ? നിങ്ങളുടെ ഈ സഖാവ് വെനേറിയ. വിപ്ലവകാരിയൊന്നുമല്ല, ക്യൂബയിലെ ജനറൽ ബാറ്റിസ്റ്റയുടെ എച്ചില് തീനിയായ ചാരൻ വെനേറിയ. എന്തൊരു പേര്! ഗുഹ്യരോഗത്തെക്കാൾ വൃത്തികെട്ടവൻ. ഞാൻ ഒറ്റുകൊടുത്തതല്ല, അവരെന്നെ പിടികൂടിയതാണ്. സത്യം പറഞ്ഞാൽ നിന്റെ ജീവൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ പുറത്തൊരു ഉറുമ്പ് പോലും അറിയില്ല. ആരാണ് നിന്നെ ക്യാമ്പിലേക്ക് അയച്ചത്? ഇനി 3 നിമിഷം ഞാൻ പറയാം. എന്നെ ബാറ്റിസ്റ്റയുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അയച്ചതാണ്. എത്രയാണ് പ്രതിഫലം? $8000. പണം കൈപ്പറ്റിയോ? ഇല്ല, ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ പറ്റിയില്ല. എങ്കിൽ അറിഞ്ഞോളൂ, ക്യൂബ ഞങ്ങൾ വിമോചിപ്പിക്കും. നിന്നെ പോലെയുള്ള രാജ്യദ്രോഹികൾക്കും ഒറ്റുകാർക്കും തീറ്റ തരുന്ന ബാറ്റിസ്റ്റയുടെ ശിരസ് ഹവാന തെരുവിൽ ഒരു പന്ത് പോലെ ഉരുണ്ടു നടക്കും. നീ ഇവിടെ ഈ മെക്സിക്കോവിൽ ഇരുട്ടറിയിൽ ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം കാണാതെ നരകിക്കും. നിന്നെ ഞങ്ങൾ കൊല്ലില്ല. ഒറ്റുകാരന്റെ ചോര കൊണ്ട് ആയുധത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ട ഞങ്ങളില്ല. നിന്നെ ഒരു ശത്രുവായി പരിഗണിക്കാൻ പോലും ഞങ്ങളില്ല. കേണൽ ബയ്യോ, ശിക്ഷാവിധി നമ്മൾ മാത്രമായി തീരുമാനിക്കണ്ട. തൽക്കാലം ആ വലതുവശത്തെ മുറിയിൽ പൂട്ടിയിട്ട് ഫിഡലിംഗ് എത്തട്ടെ. ഓ, എന്റെ ആരാധ്യനായ നേതാവ്, കഴിഞ്ഞ എത്രയോ കാലമായി ഒരിക്കലെങ്കിലും കാണാൻ ഞാൻ സത്യമായും കൊതിച്ച രൂപം. ഫിഡൽ കാസ്ട്രോ, ക്യൂബയുടെ വീരനായകൻ. റെഡ് സല്യൂട്ട് കോമ്രേഡ് ഫിഡൽ കാസ്ട്രോ. എടാ പൊന്നുമോനെ, ഗ്വാട്ടിമാലയിൽ നിന്ന് നീ ജീവനും കൊണ്ട് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വന്നു. നാം ഒന്നിച്ചു നടത്തിയ പോരാട്ടം പൂർണ്ണമാക്കാൻ ഒരു വലിയ പോരാളിയെ കൂടെ കൂട്ടി. അർജന്റീനക്കാരൻ ഡോക്ടർ ഏണസ്റ്റോ ഗുവേര. ഡോക്ടർ ഏണസ്റ്റോ ചേ ഗുവേര. ഒരു പക്ഷേ ക്യൂബയുടെ വിമോചനത്തോടെ ഭൂമിയുടെ നെറുകയിൽ കാലുറപ്പിച്ചു നിൽക്കാനിരിക്കുന്ന ഒരു വിശ്വവിപ്ലവകാരി. റൗൾ എന്നോട് പറഞ്ഞ ചേ കവിയും ഡോക്ടറും സൈദ്ധാന്തികനുമായ വിപ്ലവകാരി. ഞാൻ ധാരാളം കേട്ട് കഴിഞ്ഞു. ചെഗുവേര നമ്മുടെ പോരാട്ടത്തിൽ പങ്കാളിയാവും. എങ്കിൽ പത്തോജോ, ഇന്ന് തന്നെ ചേ ഇവിടെ എത്തിക്കണം. ക്യൂബയിലേക്ക് പുറപ്പെടാൻ നമ്മൾ വിലക്ക് വാങ്ങിയ ഒരു തുക്സ്പാൻ തീർത്ഥ കൂരമിട്ടിട്ടുണ്ട്. ഗ്രാൻമ 12 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ജലവാഹനം. പക്ഷേ ചേ അടക്കം നമ്മൾ 82 പേരുണ്ടാകും. റൗളും പത്തോജോയും ഉടനെ പോകണം. ചേയോട് യാത്രയ്ക്കുള്ള ഒരുക്കത്തോടെ വരാൻ പറയണം. ഇന്ന് 56 നവംബർ 24. ഒരുക്കങ്ങൾ പൂർത്തിയായാൽ സഖാവ് ഗാർഷ്യ ഇവിടെ എത്തും. ഒരു പക്ഷേ ഈ രാത്രി പിന്നിടുമ്പോൾ നാളെ പുലർച്ചെ നമുക്ക് പോകേണ്ടി വരും. ഒട്ടും സമയം പാഴാക്കാനില്ല. നിങ്ങൾ പുറപ്പെടുക.
മരിയാൻഡി, എന്താണ് അകാരണമായ ഈ മൗനത്തിന്റെ അർത്ഥം? നാം നീണ്ടകാലമായി കാത്തിരിക്കുന്ന ഈ മുഹൂർത്തം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്താണ് മരിയാൻഡി? മോചനം, ക്യൂവിയുടെ വിമോചനം എന്റെ പ്രിയപ്പെട്ട സ്വപ്നമാണ് ഫിഡൽ. സത്യമായും എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കവയ്യ. സന്തോഷം കൊണ്ട് ആരും ഇങ്ങനെ കരയാറില്ല ആന്റി. നമുക്ക് അർത്ഥമില്ലാതെ ചിരിക്കാവുന്ന സന്തോഷങ്ങളില്ല. ചിരിയും കരച്ചിലും സ്നേഹവുമെല്ലാം ഇടകലരുന്ന അനുഭവങ്ങളേ ഉള്ളൂ. എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. കുഞ്ഞെ, എനിക്കതറിയാം. വിധവയായിട്ടും വേറൊരാൺകൂട്ട് തേടാതെ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ ഏറെ കാത്തിരുന്ന എനിക്ക് നിങ്ങൾ ഒരുപാട് മക്കളെ പോറ്റി വളർത്താനായി ഞാൻ നിങ്ങളെ ചിരിച്ചുകൊണ്ട് യാത്ര അയക്കണമല്ലേ? വിപ്ലവത്തിലേക്ക്, വിജയത്തിലേക്ക്. എന്റെ ഈ മക്കളിൽ ആരുടെ ചോര കൊണ്ടാണ് ആ വിജയം വലിയ അക്ഷരങ്ങളിൽ എഴുതുക? ഇല്ല, ധൈര്യമായിരിക്കൂ. ഞങ്ങൾ വിമോചിതയായ ക്യൂബയിലേക്ക് മരിയ അന്റോണിയായെ വരവേൽക്കും. ബാറ്റിസ്റ്റ കൂലിപ്പട്ടാളം കൊന്നു കടലിലെറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ അഴുകിയ ശവങ്ങളടിയുന്ന ക്യൂബയായിരിക്കില്ല അത്. ഞങ്ങളുടെ ക്യൂബ, നമ്മുടെ ക്യൂബ. ഫിഡൽ, പരിചയമുണ്ടോ ഈ കഥാപാത്രത്തെ? ഓ, വെനേറിയ. എന്താണ് സംഭവിച്ചത്? ഇവൻ ജന്മനാടിനെ ഒറ്റുകൊടുത്ത ചാരൻ. ഇനി പറയണ്ട. കുറെ നേരമായി നിങ്ങൾ മാത്രം പറയുന്നു. ഇനി ഞാൻ പറയാം. മരിയാൻഡി പറഞ്ഞത് ശരിയാണ്. ഞാൻ നന്ദി കെട്ടവനാണ്. ഒന്നെന്റെ ഈ കെട്ടഴിക്കുമോ? ഞാൻ നിരായുധനാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മഹാനായ ഫിഡൽ, അതെ, അങ്ങ് മഹാനാണ്. സമ്പന്നമായൊരു കുടുംബത്തിൽ പിറന്നു വളർന്ന് അഭിഭാഷക ജോലി വലിച്ചെറിഞ്ഞ് എന്റെ ജന്മനാടിനെ ഏകാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ആയുധമേന്തിയ ധീരനായ വിപ്ലവകാരി. മനുഷ്യനെന്ന പരിഗണന പോലും അർഹിക്കാത്ത വൃത്തികെട്ട കീടമാണ്. വെറുമൊരു പുഴു. നിങ്ങളെയും മാസങ്ങളോളം എനിക്ക് ഭക്ഷണം നൽകി ഈ മരിയാൻഡിയെയും ഒറ്റുകൊടുത്ത് ജയിലിലാക്കിയ വൃത്തികെട്ട ചാരനാണ് ഞാൻ. അതെ, $8000 എന്റെ സഹോദരിയുടെ ജീവന്റെ വിലയായിരുന്നു അത്. അവളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് പണമുണ്ടാക്കാൻ ഞാൻ ഈ കൊലച്ചതി ഏറ്റെടുത്തു. ക്യൂബയുടെ പ്രിയപ്പെട്ട പോരാളി ഒറ്റുകൊടുക്കുന്ന ഈ ഓപ്പറേഷൻ ഞാൻ ഏറ്റെടുത്തു. പക്ഷേ ഞാൻ തോറ്റുപോയി. ഞങ്ങളുടെ നീക്കമെല്ലാം ബാറ്റിസ്റ്റയ്ക്ക് തോർത്ത് കഴിഞ്ഞുവോ? ഇല്ല, ഇന്ന് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. പക്ഷേ മരിയാൻഡി എന്നെ കയ്യോടെ പിടികൂടി. ഇനി നിങ്ങൾ എന്നെ വിട്ടയച്ചാലും ഞാൻ രക്ഷപ്പെടില്ല. അവരെന്നെ കൊന്നുകളയും. വിശ്വാസവഞ്ചനയ്ക്ക് ഈ ചതി ചെയ്ത നിന്നെ അങ്ങനെ ഞങ്ങൾ അവർ കൂട്ടുകൊടുക്കില്ല. നിന്നെ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒട്ടും ചിന്തിക്കണ്ട. എന്നെ ഞാനല്ല അത് ചെയ്തത്. ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ പിടിച്ചു വാങ്ങിയ എന്റെ മരണം, മഹാനായ കാസ്ട്രോയുടെ തോക്ക് കൊണ്ടുള്ളൊരു മരണം. ഈ മരണത്തിലെങ്കിലും ഞാനൊന്ന് ജയിച്ചു കൊള്ളട്ടെ കോംറേഡ്. ദാരിദ്ര്യം മനുഷ്യന് മൃഗത്തെക്കാൾ തപ്പതിച്ചവനാക്കും. കെട്ടുപോയൊരു ജന്മമാണ് എന്റേത്. ഈ മരണം കൊണ്ടെങ്കിലും ഞാൻ ആ കറ കഴുകിക്കളയട്ടെ. ലോങ് ലീവ് ക്യൂബ. സല്യൂട്ട് ടു കോംറേഡ് കാസ്ട്രോ. മരിയാൻഡി നാം ആഗ്രഹിച്ചതല്ല, അവൻ പിടിച്ചു വാങ്ങിയതാണ്. ഗ്രാൻമ പടയേറ്റത്തിന്റെ ആദ്യത്തെ ബലി. ഇതാരുടെ കണക്കിൽ? എനിക്കും അതറിയില്ല.
നേരത്തെ പറഞ്ഞില്ലേ, കരച്ചിലുമല്ല ചിരിയുമല്ല, അതിനിടയിൽ ഒരു അനുഭവമുണ്ടെന്ന്. കേണൽ ബേയോ, ഈ ജഡം ഒരു വെളുത്ത തുണിയിൽ പൊതിഞ്ഞു വെക്കുക. കടലിൽ ഗ്രാൻമ ഒരു നാഴിക നീങ്ങുമ്പോൾ ഇത് വലിച്ചെറിയണം. മാസങ്ങൾ അവൻ നമുക്കൊപ്പം പരിശീലനം നടത്തിയതാണ്. അവനെ മെക്സിക്കോവിൽ ഒറ്റയ്ക്കിട്ട് നമുക്ക് പോകാനാവില്ല. ഫിഡൽ, മക്കളെ, സത്യത്തിൽ എന്തൊരു മനസ്സാണ് നിങ്ങളുടേതൊക്കെ. ശത്രുവിനെയും ഒറ്റുകാരനെയും പോലും വെറുക്കാനാവാത്ത മനസ്സ്. ഇതെല്ലാം ഇരകളാണ്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ. ശത്രു തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. പുസ്തകം അച്ചടിക്കട്ടെ. ഇപ്പോൾ തന്നെ അച്ചടിക്കാം. Red salute, Comrade Fidel. കോമ്രേഡ് ഫിഡൽ കാസ്ട്രോ, ഞാൻ ഡോക്ടർ യാണസ്റ്റോ ഗുവേര. അല്ല, ചേ ഗുവേര. ഈ സംഗമത്തിന്റെ എന്നേക്കുമുള്ള ഓർമ്മയ്ക്ക് റൗളും ലോപ്പസും ചേർന്ന് വിളിച്ച പേര് ക്യൂബൻ സഖാക്കളുടെ വക സ്നേഹം നിറഞ്ഞ ഒരു വിളിപ്പേര് ചേ. ചേ, കൊള്ളാം കൊള്ളാം. ഏത് സമയത്തും വരാൻ ചേ സന്നദ്ധനായിരുന്നു. ഒരു സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. സമയമാകുമ്പോൾ സന്ദേശവുമായി സഖാവ് ഗാർഷ്യ ഇവിടെ വരും. എങ്കിൽ ഈ രാത്രി തന്നെ നാം പുറപ്പെടും. തയ്യാറാണല്ലോ? ഫിഡൽ, ഒരുപക്ഷെ നാളിതുവരെ നമ്മൾ പരസ്പരം ചേരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടുകെട്ട് ചരിത്രം വിധിക്കും, കൊയ്യും. ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് ചേയെ കുറിച്ച്. ഒളിപ്പോരിലെ മികവ്, മാർക്കറ്റിലുള്ള പാണ്ഡിത്യം എല്ലാം. വ്യക്തികൾ എന്ന നിലയിൽ നമുക്കൊരു പ്രസക്തിയുമില്ല. ചരിത്രം, കാലം ഓരോ ദൗത്യം നമ്മെ ഏൽപ്പിക്കുകയാണ്. എൻ്റേത് നീണ്ടൊരു യാത്രയാണ്. പോരാട്ടത്തിന്റെ വഴിയിലൂടെ വിമോചനത്തിന്റെ ഒരു ഘോഷയാത്ര. ചേ, ഇത് കേണൽ ബേയോ. ഓ, സ്പാനിഷ് യുദ്ധത്തിന്റെ നായകൻ. കേണൽ, അങ്ങനെ കൂടി ഒരു ശിഷ്യനായി സ്വീകരിക്കണം. ചെഗുവേര പോരാളികളുടെ ഗുരുവാണ്. അതെല്ലാം അതിശോക്തിയാണ്. അറിയാത്ത യുദ്ധമുറകളെല്ലാം എനിക്ക് പഠിപ്പിച്ചു തരണം. അങ്ങയുടെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു ശിഷ്യനായിരിക്കും ഞാൻ. മരിയാൻഡി ഞങ്ങളുടെ മുഴുവൻ ചേച്ചിയും അമ്മയും ഒക്കെയാണ്. നിന്നെ കണ്ടിട്ട് ജീസസിനെ പോലെ ഉണ്ടല്ലോ. ആന്റി, ജീസസിന് 33-ാം വയസ്സിലായിരുന്നു കുരിശേറ്റം. ഞാൻ അതുവരെ എത്തുമെന്നറിയില്ല. വെറുതെ കുത്തുവാക്ക് പറയരുത് ഫിഡൽ. ഒരു ദിവസം പോലും എനിക്ക് ഇവനെ കിട്ടിയില്ലല്ലോ ഒന്ന് സ്വൈര്യമായി സംസാരിക്കാൻ. ഇന്ന് പോവില്ലേ നിങ്ങൾ? ആന്റി, ഞങ്ങൾ വരും. അല്ലെങ്കിൽ ആന്റി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കൂ. സ്വതന്ത്ര ക്യൂബയിലേക്ക്. ജനറൽ ബാറ്റിസ്റ്റ് ആയിരിക്കില്ല, അന്ന് ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ. എന്റെ പ്രിയപ്പെട്ട ഫിഡൽ. എന്റെ ചേ, ഈ കൈത്തലത്തിന് സ്നേഹത്തിന്റെ ഇളം ചൂടുണ്ട്. ഹൃദയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന സ്നേഹത്തിന്റെ ചൂട്. ഫിഡൽ, അങ്ങ് കവിതയിലാണ് സംസാരിക്കുന്നത്. മനസ്സിൽ കവിതയുണ്ടെങ്കിലേ സ്വപ്നം കാണാനാവൂ. സ്വപ്നം കാണുന്നവർക്ക് യാഥാർത്ഥ്യങ്ങൾ നിർമ്മിക്കാനാവൂ. നിങ്ങൾക്കതിന് കഴിയും. ഈ യൂണിറ്റിന്റെ പൊളിറ്റിക്കൽ കമ്മീസാറായി ഞാൻ ചെഗുവേരയെ ചുമതലപ്പെടുത്തുകയാണ്. ഒരു പടനായകൻ ഇങ്ങനെ കവിയെപ്പോലെ മുടിയിൽ നീട്ടി നടന്നാൽ പോരാ. ഇതാ, ഇത് ചെഗുവേരയ്ക്ക് മരിയാൻറ്റിയുടെ സമ്മാനം. നെറ്റിയിൽ നക്ഷത്രമുള്ള ഒരു തൊപ്പി. പുസ്തകം അച്ചടിക്കട്ടെ. ഇപ്പോൾ തന്നെ അച്ചടിക്കാം. കോമ്രേഡ് ഫിഡൽ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നമുക്ക് ഉടനെ പുറപ്പെടണം. ലഗേജുകൾ പരമാവധി കുറയ്ക്കണം. ഗാർഷ്യ, ഇത് നമ്മുടെ യൂണിറ്റിന്റെ പൊളിറ്റിക്കൽ കമ്മീസാർ ഡോക്ടർ ഏണസ്റ്റോ ചെഗുവേര. റെഡ് സല്യൂട്ട് കോമ്രേഡ്. റെഡ് സല്യൂട്ട്. വഴി ശത്രുക്കൾ വലതുമുണ്ടോ? തുക്സ്മാനിലേക്ക് കടക്കുന്ന വഴി നിറയെ രഹസ്യ പോലീസുകാരുണ്ട്. നമുക്ക് ആ കുന്നിൻ ചെരുവിലെ ഊടുവഴിയിലൂടെ കടക്കാം. കേണൽ ബേയോ, നിയമാന്തിക്കണ്ട. യൂണിറ്റിനെ തുക്സ്മാനിലേക്ക് നയിച്ചോളൂ.
ഒടുവിൽ ഒരാൾ ഇവിടെ വീണ്ടും ഒറ്റയ്ക്കായി. ആന്റി, ആരും ഒറ്റയ്ക്കല്ല. അർജന്റീനക്കാരനായി ഞാൻ ഈ മെക്സിക്കോയിൽ ഒറ്റയ്ക്കല്ല. ഇനി ക്യൂബയിൽ ചെന്നാലും അങ്ങനെ ആവില്ല. ചെഗുവേരയ്ക്ക് ഒന്ന് വീട് വരെ പോയി വരണം അല്ലേ യാത്ര പറയാൻ? ഒരു പെൺകുട്ടിയെയും കുഞ്ഞിനെയും തനിച്ചാക്കി നിങ്ങളോടൊപ്പം പുറപ്പെടണം അല്ലേ ഫിഡൽ? നമുക്കൊക്കെ നമ്മുടെ ജന്മനാടിന്റെ മോചനം. ഈ ചേയ്ക്ക് എന്താണ് ബാക്കിയാവുക? ആന്റി, പറയരുത്. ഈ ലോകമാണ് എന്റെ ജന്മനാട്. മനുഷ്യൻ പൊരുതുന്ന മണ്ണ് ഇവിടെയും എന്റെ പിറന്ന മണ്ണ് തന്നെ. പിന്നെ എനിക്കിനി വീട്ടിലേക്ക് പോകണ്ട. ഞാൻ യാത്ര പറഞ്ഞു കഴിഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ഒരു കുറിപ്പെഴുതി അയച്ചു. ഉറങ്ങുന്ന എൻ്റെ കുഞ്ഞുമകൾ ഹിൽഡയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ഹിൽഡയെ വിളിച്ചുണർത്തി കൈത്തലും പിടിച്ച് നെഞ്ചിൽ ചേർത്ത് വച്ച് ഒരിക്കൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ആസ്മിക്കൽ ഇൻഹേലർ ബാഗിൽ വെക്കാൻ മറക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് മറന്നു. എന്താണ് ആ വാക്കുകളിൽ എന്തോ നനവരുന്നത്? ഒന്നുമില്ല ഫിഡൽ. എന്റെ കുടുംബം ദുഃഖിതരുടെ ലോകമാണ്. എന്റെ യാത്രകൾ, യാത്രാമൊഴികൾ, യുദ്ധങ്ങൾ, മുറിവുകൾ എല്ലാം നിസ്സാരമാണ്. മക്കളെ, എങ്കിൽ നടക്കൂ വിപ്ലവത്തിലേക്ക്, വിജയത്തിലേക്ക്. നമുക്ക് പിരിയാൻ നേരമായി. അമ്മേ, പറയാത്തൊരു യാത്രാമൊഴി എന്റെ മനസ്സിലുണ്ട്. എന്റെ ചുവടുകൾ വിപ്ലവത്തിലേക്ക്, വിജയത്തിലേക്ക്, മരണത്തിലേക്ക് കൂടിയാണ്. ഓരോ വിജയത്തിന്റെ നിഴലിലും മരണമുണ്ട്. പക്ഷേ ഞാനതിനെ ഭയപ്പെടുന്നില്ല. പരാജിതനായി ഞാൻ ഒരിക്കലും മടങ്ങിയില്ല. അവിചാരിതമായ മരണം കടന്നു വരികയാണെങ്കിൽ അതും സ്വാഗതം ചെയ്യപ്പെടും. അമ്മേ, കുറച്ച് നിമിഷങ്ങളെ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ വരട്ടെ. എനിക്കിപ്പോൾ രണ്ടമ്മമാരുണ്ട്. ഒന്നെന്നെ പ്രസവിച്ച സീലിയ, മറ്റൊന്നീ മരിയ. ഇന്ന് 56 നവംബർ 25 നാം ഗ്രാൻമ എന്ന നൗകയിൽ ക്യൂബയിലേക്ക് പുറപ്പെടുകയാണ്. ഏകാധിപതിയായ ബാറ്റിസ്റ്റയുടെ കിരാത വാഴ്ചയിൽ നിന്ന് കിളിമോചിപ്പിക്കാനുള്ള ഉജ്ജ്വല പോരാട്ടം. സഖാക്കളെ, ഒന്നുകിൽ നാം ക്യൂബ വിമോചിപ്പിക്കും, അല്ലെങ്കിൽ ഈ 82 പോരാളികളുടെ ചിതറിയ ശരീരങ്ങളിൽ നിന്നൊഴുകിയ ചോരയിൽ ക്യൂബ കുതിർന്ന് ചുമക്കും. പടക്കിറങ്ങി കുതിക്കുക, ഒടുക്കമീ തോക്കെടുക്കുക, ശിരസ്സു കുനിയാതിരിക്കുക, മരിക്കുവോളം പൊരുതുക. പടക്കിറങ്ങി കുതിക്കുക, ഒടുക്കമീ തോക്കെടുക്കുക, ശിരസ്സു കുനിയാതിരിക്കുക, മരിക്കുവോളം പൊരുതുക. മനസ്സതുറയ്ക്കുക, കരുത്തു ചോരാതിരിക്കുക, പിഴയ്ക്കും ഓരോ ദുഃഖത്തിൻ കഴുത്തു ഞെരിച്ച നടക്കുക. പിഴയ്ക്കും ഓരോ ദുഃഖത്തിൻ കഴുത്തു ഞെരിച്ച നടക്കുക. കഴുത്തു ഞെരിച്ച നടക്കുക. തകർക്കുക, പിടിച്ചു കെട്ടിയ നാടിനെ നാം അഴിച്ചു സ്വതന്ത്രയാക്കുക. പിടിച്ചു കെട്ടിയ നാടിനെ നാം അഴിച്ചു സ്വതന്ത്രയാക്കുക. അഴിച്ചു സ്വതന്ത്രയാക്കുക.
തളർച്ചയെല്ലാം മറക്കുക, ഉണർച്ച മാത്രം കൊതിക്കുക, മടിച്ചു നിൽക്കാതിരിക്കുക, മരിച്ചു വീഴാൻ ഉറയ്ക്കുക. മടിച്ചു നിൽക്കാതിരിക്കുക, മരിച്ചു വീഴാൻ ഉറയ്ക്കുക. മരിച്ചു വീഴാൻ ഉറയ്ക്കുക, പടക്കിറങ്ങി കുതിക്കുക, ഒടുക്കമീ പോക്കെടുക്കുക, ശിരസ് മുനിയാതിരിക്കുക, മരിക്കുവോളം പൊരുതുക, പൊരുതുക, മരിക്കുവോളം പൊരുതുക, പൊരുതുക, മരിക്കുവോളം പൊരുതുക. ഇവിടെ എത്തിയെന്നതാണ് അത്ഭുതം. 12 പേർ കയറേണ്ട ഉരുവിൽ 82 പേർ കയറി. കരക്കിറങ്ങാൻ നോക്കിയപ്പോ 3 പ്രാവശ്യം വഴിയും തെറ്റി. ഒടുവിൽ നിക്കോറയിൽ ഇറങ്ങുന്നതിന് പകരം 3 ദിവസം വൈകി ഈ അലേഖനയിലെത്തി. രാഹുൽ, രാഹുൽ, പടക്കോപ്പുകൾ വല്ലതും ബാക്കിയുണ്ടോ? കുറെ അധികം നഷ്ടപ്പെട്ടു. ഏതാനും തോക്കുകളും കാട്രിഡ്ജ് ബെൽറ്റുകളും കുറച്ച് നനഞ്ഞ വെടിയുണ്ടകളും മാത്രമാണ് ഇനി ബാക്കി. പിന്നെ അചഞ്ചലമായ ആത്മവിശ്വാസവും. 7 ദിവസം മിക്കവാറും മുഴു പട്ടിണി കിടന്ന് ഈ നീണ്ട കടൽ യാത്ര. എന്നിട്ടും നമ്മൾ താഴ്ന്നിട്ടില്ല. ഏറ്റവും വലിയ ആയുധം അത് തന്നെ, ഇച്ഛാശക്തി, ലക്ഷ്യത്തിനു വേണ്ടിയുള്ള മനസ്സിന്റെ മുനകൂർപ്പിക്കൽ. കാമിലോ, ഫ്രാങ്ക് പൈസൺ സന്ദേശം എല്ലാവരെയും അറിയിച്ചോ? നമ്മുടെ അറിയിപ്പനുസരിച്ച് നവംബർ 30 തന്നെ അവരിവിടെ പോരാട്ടം തുടങ്ങി. പക്ഷേ നമ്മൾ എത്താൻ വൈകി. ഇതിനിടയ്ക്ക് ബാറ്റിസ്റ്റയുടെ പട്ടാളം നമ്മുടെ കുറെ ക്യൂബൻ സഹാക്കളെ കൊന്നൊടുക്കി. പത്തോജോ, നീ എന്ത് ചെയ്യണം ഇവിടെ? ചേക്ക് നല്ല സുഖമില്ലാത്തതല്ലേ, വെറും തറയിൽ കിടന്ന വലിവ് കൂടും. ചാക്ക് കൂടി എന്നെ തൊട്ടിൽ കെട്ടുകയാ, ചേക്ക് വിശ്രമിക്കാൻ. ചാക്കിന്റെ മണം കൂടിയായാൽ വലി വർദ്ധിക്കും. പിന്നെ പത്തോജോ, നാം ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നതാണ്, വിശ്രമിക്കാനല്ല. ദയവ് ചെയ്ത് എന്റെ രോഗം ആരും പരിഗണിക്കരുത്. എനിക്കൊരു അസുഖവുമില്ല. റൗൾ, ആ റാന്തലിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് വെളിച്ചം മറയ്ക്കേ. ഒരുപക്ഷെ ശത്രുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കൊരു നുറുങ്ങുവട്ടം കണ്ടാൽ മതി. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, നമ്മൾ നടന്നു വന്ന വൈകുന്നേരേ കരിമ്പിൻ ചണ്ടി ചാച്ചു പോയിട്ടുണ്ട്. ശത്രുക്കൾക്ക് അത് കണ്ട് നടന്നു വന്നാൽ മതിയാവും. യാത്രയിലുടനീളം ആരും നമ്മെ കണ്ടിട്ടില്ലല്ലോ. ഒരാൾ ഒരു വഴികാട്ടിയായി ഒരു അപരിചിതനെ നാം വഴിയിൽ നിന്ന് കൂട്ടിയതല്ലേ. എന്നിട്ട് അയാൾ എവിടെ? അയാൾ അപ്പോഴേ പോയി. എങ്കിൽ കുഴപ്പമായി. ആ അപരിചിതൻ ഒരൊറ്റുകാരനാണെങ്കിൽ ശത്രുക്കൾ നമ്മെ തേടി വരും. ഇതൊരു പാഠം തന്നെ. ഒരു ചുവന്ന പൊട്ട് പോലെ. ജാഗ്രത! എന്താണത്? അതൊരു നക്ഷത്രം. അത് താണതാണ് വരുന്നുണ്ട്. വലിയ വട്ടം പറന്ന് സംശയമില്ല, അത് ചെറിയൊരു പൈപ്പ് വിമാനമാണ്. രാഹുൽ, കാമിലോ, പത്തോജോ, get ready. ചേ, യൂണിറ്റ് വിജിലൻസായിരിക്കാൻ ഗാർഡ്സിനോട് പറയൂ. കോമ്രാഡ് ഗാർഷ്യ, അലേർട്ട്! All comrades, unit alert! ഫിഡൽ, ഒരാൾ പാരച്യൂട്ട് താഴേക്ക് ചാടി. പാരച്ചൂട്ടിൽ നിന്നും ചാടിയ ആൾ സിഗ്നൽ കൊടുക്കും. അപ്പോൾ വിമാനം താഴെ പറന്ന് വെടിവെക്കും. ബോംബുണ്ടോ കയ്യിൽ? ഇതാ ഗ്രനേഡ്, പിൻ കളിച്ചൂരിയാവും തരം. അതാ 2 വിമാനങ്ങൾ കൂടി. അവർ ബോംബിട്ട് കിടന്നു കളയുമോ? ഇല്ല, ഇത് പിൻ പോയിന്റ് അറ്റാക്ക് ആണ്. നമ്മുടെ ശക്തി അവർക്കറിയില്ല. പരക്കെ വെടിവെക്കും. തോജോ, എന്റെ കൂടെ വരൂ. നമുക്ക് ആദ്യ റൗണ്ട് ബോംബ് എറിയാം. യൂണിറ്റ്, get ready to fire!
പിടിച്ചു നിന്ന് പൊറുതുകയായിരുന്നു. എന്നെ പോലെ ആയിരങ്ങൾ ഉണ്ടാവാം, പക്ഷെ ചെഗുവേര ഒന്നേ ഉള്ളൂ. എവിടെയാണ് ഒരുപാട് പേർക്ക് വെടിയേറ്റിട്ടുണ്ട്. തൽക്കാലം കീഴടങ്ങാം. കീഴടങ്ങാനോ? ഇല്ല, പോരാട്ടം അവസാന ശ്വാസം വരെ പോരാട്ടം. കാമിലോ, ചെഗുവേരയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കും. ചെഗുവേര ഇങ്ങോട്ട് വരരുത്. ഇവിടെ തുടർച്ചയായി ഫയർ നടക്കുകയാണ്. പകുതിയിലധികം പേര് പൊഴുതി മരിച്ചു കഴിഞ്ഞു. ഒട്ടുമിക്കവർക്കും നല്ല മുറിവുമുണ്ട്. ഞാൻ രക്ഷപ്പെടില്ല. എവിടെ ചെഗുവേര? നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കൂ. ഇതാ കോൺഗ്രസ് മണ്ണിൽ ബോധമതി കിടക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നെഞ്ചിൽ ചെറിയൊരു വെടി കൊണ്ടിട്ടുണ്ട്. പത്തുചോ, ഈ കിച്ചണിൽ നിന്നും ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്ത് നെഞ്ചിൽ തറച്ചിട്ടെല്ലാം എടുത്താൽ മതി. കഴുത്തിന് മുറിവേറ്റിട്ടുണ്ടല്ലോ. പത്തുചോ, ചെഗുവേര, ഞാൻ രക്ഷപ്പെടില്ല. ഫിഡൽ, നിങ്ങൾ ബാക്കിയാവുന്നത് എത്ര കുറച്ചു പേരായാലും യുദ്ധം തുടരുക തന്നെ വേണം. അവസാന പോരാളിയും മരിച്ചു വീഴും വരെ. എന്നെ ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. മരിച്ചു വീഴുന്നത് വരെ ഞാൻ നിർത്താതെ വെടിവെക്കും. We want liberation. Victoria Siempre. എന്റെ വക ഒരു സമ്മാനമുണ്ട്. എന്റെ പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് പോപ്പുലറിന്റെ ഒരു പതാക. അതിൽ എന്റെ രക്തം പുരണ്ടിട്ടുണ്ട്. മരണം വരെ അത് സൂക്ഷിക്കണം. സഖാക്കളെ, വിജയം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിട ചോദിക്കുന്നില്ല. ഒരു നാൾ കുഴിമാടങ്ങളിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ വിളിച്ചുണർത്തും. അതുവരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഓ ഗോഡ്, സാന്റാ ക്ലാരയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്യാപ്റ്റൻ ബാർക്കിൻ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഒറ്റവാക്കിൽ പറയട്ടെ കേണൽ ഫെർണാണ്ടസ്, നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. Shut up your bloody mouth. Tell me, police chief Rolex, tell me. സാന്റാ ക്ലാരയിൽ വിപ്ലവകാരികളുടെ 8ാം ഗോളം ആക്രമണം തുടരുകയാണ്. അർജന്റീനക്കാരൻ ഡോക്ടർ ഏണസ്റ്റോ ചെ ഗുവേരയാണ് അവരുടെ കമാൻഡർ. Go to hell. എല്ലാ യുദ്ധത്തിലും അവർ ജയിച്ചു കയറുകയാണ്. No, wrong. You are very much wrong. ചീഫ്, അവർ ക്യൂബയിൽ കാലകുത്തി ദിവസം അലേഗ്രായിൽ വെച്ച് പകുതി പേരെ നമ്മൾ കൊന്നില്ലേ? എന്തു കാര്യം? പിറ്റേന്ന് ലാ പ്ലാറ്റ സൈനിക കേന്ദ്രം അവർ ആക്രമിച്ചു, ആയുധങ്ങൾ പിടിച്ചെടുത്തു. പറഞ്ഞത് ശരിയാണ്. ശരിയല്ല. ജനറൽ ബാറ്റിസ്റ്റ ഇപ്പോൾ സംസാരിച്ചിരുന്നു. ക്യൂബ പിടിച്ചെടുക്കാൻ വരുന്നത് അർജന്റീനയിലെ കമ്മ്യൂണിസ്റ്റ് ആക്രമണകാരി ചെഗുവേരയാണ്. ഇനിയും രക്തച്ചൊരിച്ചിലുണ്ടായാൽ നമുക്ക് വേണ്ടി അമേരിക്ക ഇടപെടും. മനസാന്നിധ്യമാണ് ഇപ്പോൾ ആവശ്യം. മനസ്സാന്നിധ്യം മാത്രം പോരാ. എത്ര യുദ്ധങ്ങൾ നടന്നു, എല്ലാം നമുക്ക് നഷ്ടം. എളവേറ വെടിവെപ്പിൽ നമ്മുടെ 48 പേർ മരിച്ചു. ഇളകോമ്പുത്ത റോഡിലൂടെ നമ്മുടെ സൈന്യം മാർച്ച് ചെയ്തപ്പോൾ അവർ വളഞ്ഞു കീഴടക്കി ആയുധങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. ശ്രീരാമകൃഷ്ണമല കീഴടക്കാൻ നമ്മുടെ സൈന്യം ഇഞ്ചിരിഞ്ച് പൊരുതിയിട്ടും ഒടുവിൽ തോറ്റു മടങ്ങി. ഒരു പോരാളി നമ്മുടെ 10 പട്ടാളക്കാർ വീതം കൊന്നൊടുക്കി. ക്യാപ്റ്റൻ ബാർക്കിൻ, നിങ്ങളും ഇത് തന്നെയാണോ പറയുന്നത്? ചെ ഗുവേരയുടെ 8ാം ഗോളം
രാജധാനിയിൽ പിടിമുറുക്കുകയാണ്. ജയിൽ, ബാരക്കുകൾ, പോലീസ് സ്റ്റേഷനുകൾ എല്ലാവരും കീഴടക്കി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമാണ് ഇനി ബാക്കി. ലജ്ജയുണ്ടോ നിങ്ങൾക്ക്? ജനറൽ ബാറ്റിസ്റ്റയുടെ കണക്കറ്റ ആയുധ ശേഖരം, വാഷിംഗ്ടൺ തയ്യാറാക്കിയ സൈനിക പദ്ധതികൾ, ചാരവലയത്തിന്റെ സഹായം, ലോഭമില്ലാത്ത അമേരിക്കൻ പണം, എന്നിട്ടും ഇതൊന്നുമില്ലാത്ത താടിയും മുടിയും നീട്ടിയ 10 പിള്ളേരുടെ മുഷ്കിന് മുന്നിൽ നിന്ന് മൂങ്ങുന്നുവോ? ചുട്ടുകളയുന്ന സത്യമാണ്, വിപ്ലവകാരികൾ എണ്ണത്തിൽ കുറവാണ്. പക്ഷേ ക്യൂബയിലെ ജനങ്ങൾ മുഴുവൻ അവർക്കൊപ്പമാണ്. സിൽഫിഗോസ് തുറമുഖത്തെ നാവികർ മുഴുവൻ വിപ്ലവ മുന്നണിയിലുണ്ട്. ഫിഡൽ കാസ്ട്രോ സിവിലിയൻ യുദ്ധത്തിൽ ആഹ്വാനം ചെയ്തത് മുതൽ ആണും പെണ്ണും വിപ്ലവകാരികളുടെ കൂടെയാണ്. പട്ടാളക്കാരന്റെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ എന്തെന്ത് വഴികളുണ്ട്. വെട്ടി വെച്ചാലും അടിച്ചാലും മനുഷ്യർ പിന്നെയും എണീറ്റ് വരും. ആ വഴിയുണ്ട്. മാസ് റെയ്ഡ്, കൂട്ട ബലാത്സംഗം, കൂരകൾക്ക് തീ വെക്കുക, സ്ത്രീകളും കുട്ടികളും ഇറങ്ങി ഓടുമ്പോൾ സ്ത്രീകളെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മുടെ വെറുപിടിച്ച പട്ടാളക്കാർക്ക് കൊടുക്കുക. ഒരു ജനതയുടെ ആത്മവീര്യം തകർക്കാൻ ഏറ്റവും നല്ല മാർഗം അത് മാത്രം. RAPE റെയ്ഡ്. ഓ, കുട്ടികൾ കൂട്ടം കൂടി കല്ലെറിയുകയാണ്. ഞാനൊന്ന് ഫയർ ചെയ്തു, എല്ലാം ഓടിക്കാണും. എവിടെ? പുറത്ത് സെൻട്രിയില്ലേ? ഷെയിം! ജനറൽ ബാറ്റിസ്റ്റയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് തെരുവ് പിള്ളേർ കല്ലെറിയുന്നോ? സാന്റാക്ലാര വീതിയിലൂടെ നിരവധി ട്രക്കുകളിൽ വിപ്ലവകാരികൾ ഇരച്ച് കയറുകയാണ്. മെസ്സേജ് ഉണ്ട്. വാർക്കിൻ, ആയുധങ്ങൾ മുഴുവൻ എടുക്കൂ. ഹെഡ്ക്വാർട്ടേഴ്സ് ഗാർഡിയൻ യൂണിറ്റിനോട് പറയണം. ബാറ്റിസ്റ്റയുടെ പട്ടാളക്കാരൻ നാണമില്ലേ? കൈയും കാലും കെട്ടി മരമാക്രിയെ പോലെ ചാടി ചാടി വരുന്നു. ആയുധം താഴെ വെച്ച് കീഴടങ്ങുക. മേജർ ചെഗുവേര, ഒരു മേജർ ചെഗുവേര ബാറ്റിസ്റ്റയുടെ പട്ടാള മേധാവിയോട് ആജ്ഞാപിക്കുന്നു. ആരാണ് ഇയാൾ? താടിയും മുടിയും നീട്ടിയ ഒരു അർജന്റീനക്കാരൻ. അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. സാന്റാക്ലാരിൽ നിന്ന് നമ്മുടെ പട്ടാളക്കാർ ഓടി രക്ഷപ്പെട്ടു. താഴെ തെരുവിലെ ഒരു കോളനിയിലെ സ്ത്രീകളെ ആക്രമിച്ച നമ്മുടെ 3 പട്ടാളക്കാരുടെ ജനേന്ദ്രം സ്ത്രീകൾ കൂട്ടം ചേർന്ന് അറുത്തുകളഞ്ഞു. എന്തൊരു ഭീകര കാഴ്ചയാണിത്! വിപ്ലവകാരികൾ തടവിലാക്കി നമ്മുടെ പട്ടാളക്കാർ കൈ തലക്കു പിന്നിൽ കെട്ടി വരിവരിയായി നടന്നു പോകുന്നു. ആയുധം താഴെ വെച്ച് കീഴടങ്ങുക. ഞാൻ കാമിലോ, 8ാം ക്വാർട്ടറിന്റെ സഹസൈന്യാധിപൻ. കേണൽ, ഒടുവിൽ അവർ എത്തിക്കഴിഞ്ഞു. നോ, കീഴടങ്ങാൻ മനസ്സില്ല. അകത്തേക്ക് കടക്കരുത്, ചൂട്ടരുകി ഞങ്ങൾ. ജനറൽ ബാറ്റിസ്റ്റ ഒളിച്ചോടി. വിപ്ലവകാരികൾ പിടിച്ചടക്കി. അമേരിക്കൻ ഉച്ചത്തിൽ നിന്ന് വളർത്തുപെട്ടു ഈ ചങ്ങല ഞാൻ അഴിച്ചു മാറ്റട്ടെ. എന്റെ ജന്മനാട് സ്വതന്ത്രയായി എന്റെ ക്യൂബയ്ക്ക് വേണ്ടി ഇനിയെങ്കിലും ഞാൻ ജീവിക്കട്ടെ. ആയുധങ്ങൾ താഴെ വയ്ക്കുക. വിപ്ലവം വിജയിച്ചു. ക്യൂബ വിമോചിതയായി. ക്യൂബയുടെ പുതിയ പ്രധാനമന്ത്രി കോമ്രേഡ് ഫിഡൽ കാസ്ട്രോ. ഒരു പഴയ പ്രതിജ്ഞ നിറവേറി. വിജയം അല്ലെങ്കിൽ മരണം. ഹസ്താന വിക്ടോറിയ സിയംബ്രേ. ക്യൂബയുടെ പ്രിയപ്പെട്ട മക്കളെ, സുദീർഘവും യാതനാഭരിതവുമായ പോരാട്ടത്തിന്റെ നാളുകൾ നാം പിന്നിട്ട് കഴിഞ്ഞു. ഏകാധിപത്യം തകർന്നു.
ക്യൂബ സ്വതന്ത്രയായി. ഈ അത്യുജ്വല പോരാട്ടത്തിന്റെ വീരനായകൻ ക്യൂബയുടെ മുഴുവൻ ആരാധനാപാത്രമായ ഡോക്ടർ ഏണസ്റ്റോ ചെ ഗുവേരയാണ്. എന്റെ പ്രിയപ്പെട്ട ചെ. മെക്സിക്കോയിൽ വെച്ചാണ് ചെ നമുക്കൊപ്പം ചേർന്നത്. 2 വർഷം ക്യൂബൻ വിമോചനത്തിന് വേണ്ടി നമ്മുടെ കമാൻഡറായി മേജർ ചെ ഗുവേര ആയുധമെടുത്ത് പോരാടി. 3 തവണ വെടിയേറ്റ് മരണത്തിന്റെ വക്കിലെത്തി. സ്വതന്ത്ര ക്യൂബയുടെ പുതിയ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ ആദ്യ തീരുമാനം അറിയിക്കുന്നു. മേജർ ചെ ഗുവേരയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് ക്യൂബൻ പൗരത്വം അനുവദിച്ചിരിക്കുന്നു. പുതിയ മന്ത്രിസഭയിൽ ചെ വ്യവസായം, ധനകാര്യം എന്നീ 2 സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിയായിരിക്കും. ക്യൂബയിലെ സ്വകാര്യ ബാങ്കുകൾ സർക്കാർ ദേശസാൽക്കരിക്കും. ഒരു നാഷണൽ ബാങ്ക് രൂപീകരിക്കും. ചെ ഗുവേരയായിരിക്കും നാഷണൽ ബാങ്ക് ഡയറക്ടർ. ഭൂപരിഷ്കരണമാണ് വിപ്ലവ ഗവൺമെന്റിന്റെ ആദ്യ നടപടി. കൃഷിഭൂമി കർഷകർക്ക് കൊടുക്കും. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട പോരാളിയും നേതാവുമായ ചെ ഗുവേര നിങ്ങളെ അഭിമുഖീകരിക്കും. ഗ്രാൻമ പടയേറ്റത്തിന് ഞങ്ങളെ ഒരുക്കിയിറക്കിയ മരിയ ആന്റോണിയോ ജയെ സ്വീകരിക്കും. സഖാക്കളെ, എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനമുണ്ട്. നിങ്ങളിൽ ഒരാളായി എന്നെ സ്വീകരിക്കുന്നു എന്നത് എന്നെ സത്യമായും വികാരഭരിതനാക്കിയാണ്. വിപ്ലവം അവസാനിച്ചിട്ടില്ല. 20,000 ക്യൂബൻ ദേശാഭിമാനികളെ കൊന്നൊടുക്കിയ, അവരുടെ ചുടുചോര കുടിച്ച ബാറ്റിസ്റ്റയുടെ കൂലിപ്പട്ടാളം തന്നെയാണ് നമുക്കും കൂട്ടിനുള്ളത്. കൊലയാളികളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണം. സൈന്യം പുനഃസംഘടിപ്പിക്കണം. ലെനിൻ ഓർമ്മിപ്പിച്ചതുപോലെ വിപ്ലവത്തിന്റെ പ്രാഥമിക കടമയാണത്. ഭരണകൂടയന്ത്രം തച്ചുടയ്ക്കുക. കൃഷിഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കണം. ഭൂപ്രവൃത്തം തകർക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ പിന്തിരിപ്പന്മാർ ഇളകിച്ചാടും. അമേരിക്ക അവരുടെ കൂട്ടുപിടിക്കും. 2 വർഷം മുമ്പ് 1957 ഏപ്രിൽ 5 ലോകത്താദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന ഒരു കൊച്ചു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ, കേരളം. ഭൂപരിഷ്കരണം തുടങ്ങിയതോടെ അവർക്കെതിരെ കലാപം നടക്കുകയാണ്. അമേരിക്ക പണമൊഴുക്കി നടത്തുന്ന കലാപം. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ നാളുകളിലാണ് നാം ക്യൂബയിൽ ഭരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ വിപ്ലവത്തിന് ജനങ്ങൾ നിതാന്ത ജാഗ്രതയോടെ കാവലിരിക്കണം. ഈ ക്യൂബയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ ബലിയർപ്പിക്കാനും സന്നദ്ധനാണ്. ലോങ് ലീവ് ക്യൂബ! വിപ്ലവം ജയിക്കട്ടെ! വിപ്ലവം ജയിക്കട്ടെ! വിപ്ലവം ജയിക്കട്ടെ! വിപ്ലവം ജയിക്കട്ടെ! Long live Cuba! Long live, long live! Long live Cuba! Long live, long live! Long live Cuba! Long live! ഞാൻ നിന്റെ അമ്മയാണെന്നത് ശരി, പക്ഷെ നീ ഇപ്പോൾ ആരാണെന്നാ കരുതുന്നത്? അമ്മേ, ഈ ക്യൂബ മുഴുവൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. തീപ്പന്തം പോൽ വിപ്ലവകാരി പ്രസവിച്ച് ഈ ക്യൂബയുടെ വളർത്തുമകനായി വിട്ടുവന്നതിന്. അമ്മേ, ഞാൻ ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോവിനെ അറിയാത്തവരായി ഈ ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? എന്റെ മകൻ ചേയുടെ വഴികാട്ടിയായ നേതാവ്. അമ്മ എങ്ങനെ ഇവിടെ എത്തി? ഞാനാണ് വിവരം അറിയിച്ചത്. അമ്മ മാത്രമല്ല, അച്ഛനും ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുക. മോനെ, നിന്റെ ചങ്ങാതി ആൽബർട്ടോ കാരക്കാസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണിപ്പോൾ. അമ്മയെ ഞങ്ങൾ ഇനി അർജന്റീനയിലേക്ക് തിരിച്ചു പോകാൻ സമ്മതിക്കില്ല. അമ്മയും അച്ഛനും എല്ലാം ഇവിടെ താമസിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേയുടെ കുടുംബം ഇവിടെ ഈ ക്യൂബയിൽ തന്നെ ഉണ്ടാവണം. അത് സാധിക്കില്ല. ശരിയാണ്. ഞാനൊരു ഭരണാധികാരിയായിരിക്കെ എന്റെ കുടുംബം ഇതിന് ചുറ്റിപ്പറ്റി നിൽക്കുകയാണെന്ന് ആക്ഷേപം ഉണ്ടാകും. അതെന്ത് ന്യായം? ക്യൂബ നമ്മൾ ഭരിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ നാട് വിട്ടു പോകണോ? ജയയുടെ കുടുംബം ഇവിടെ തന്നെ താമസിക്കും. അത് ക്യൂബയ്ക്ക് എന്നും അഭിമാനമായിരിക്കും. അതാണ് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞതും. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന് ഞങ്ങൾ രണ്ടുപേരുമാണോ? നീ അതറിഞ്ഞോ? അറിഞ്ഞു. ഹിൽഡ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്താണ് ഉണ്ടായത്? ജയയുടെ ഭാര്യയും കുഞ്ഞും
എന്താണ് വരാത്തത്? മെക്സിക്കോയിൽ നിന്ന് ഒരു അർദ്ധരാത്രി ഇറങ്ങി പുറപ്പെട്ടതാണിവൻ. ഇന്ത്യക്കാർ പറയാറുള്ള സിദ്ധാർത്ഥനെ പോലെ യുവതിയായ ഭാര്യയെയും ഒരു കുഞ്ഞിനെയും തനിച്ചു വിട്ട് അവൾ ഹിൽഡ പെറുവിയിലേക്കും തിരിച്ചുപോയി. മരിയാൻറ്റി പറഞ്ഞത് ശരിയാണ്. നമുക്ക് ജന്മനാടിന്റെ മോചനം. ചേക്ക് നഷ്ടമായത് സ്വന്തം കുടുംബമാണ്. ഹിൽഡ എന്നോട് പറഞ്ഞു അവൾ പോവുകയാണെന്ന്. മകളെ എനിക്ക് വിട്ടണമെന്ന് ഞാൻ പറഞ്ഞു. അവൾ സമ്മതിച്ചു. സത്യത്തിൽ ഹിൽഡയുടെ പേരാണ് എൻ്റെ മകൾക്ക് ഹിൽജിറ്റ. മോനെ, ഒരു പെൺകുഞ്ഞിനെ വളർത്താൻ നിനക്കാവുമോ? നീ ഇങ്ങനെ ലോകം ചുറ്റി നടക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഗതി? ഹിൽഡയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. അവളെ ഈ നാടിന്റെ ഓമനയായി വളർത്തും. ഞങ്ങളുടെ സഖാവ് അലൈഡയെ ഇക്കാര്യം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അലൈഡ ഞാൻ കണ്ടു. അപ്പുറത്തെ മുറിയിൽ ഇവൻ എഴുതിയ ഒളിപ്പോർ യുദ്ധം എന്ന പുസ്തകത്തിന്റെ അസൽ പകർത്തുന്നുണ്ട്. നല്ല പെൺകുട്ടി. അലൈഡയ്ക്ക് ജീവനാണ്. ഇത് ക്യൂബൻ പ്രധാനമന്ത്രിയുടെ ഉത്തരവ്. ക്യൂബൻ വിപ്ലവ നായകൻ ചെഗുവേരയും യുവ ഒളിപ്പോരാളി അലൈഡ മാർച്ചും വിവാഹിതരാകും. അതെ, ഇവന്റെ മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഫിഡൽ തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ശരി, യാദൃശ്ചികതയുടെ ഒരു ഘോഷയാത്രയാണ് എൻ്റെ ചെറിയ ജീവിതം. അതിലൊന്നുകൂടി, അമ്മേ, നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി അലയുടെ ഒന്ന് കാണാം. അച്ഛനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആവാം. വ്യക്തി ജീവിതത്തിന്റെ തുരുത്തുകളിൽ നമുക്ക് ഒരിക്കലും വിശ്രമിക്കാനാവില്ല. ഒരു പോരാട്ടത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. പക്ഷേ ഇനിയും ചിലപ്പോൾ വരുത്തേണ്ടി വരും. മന്ത്രിയുടെ ക്യാബിൻ ഇരിക്കുമ്പോഴും തിരനിറച്ചൊരു തോക്ക് എന്റെ തോളിൽ തൂങ്ങിക്കിടക്കും. ഏത് നിമിഷം വീണ്ടും പൊരുതേണ്ടി വരാം. വിപ്ലവം ജയിച്ചത് കൊണ്ടായില്ല, അതിനെ സംരക്ഷിക്കണം, മുന്നോട്ട് നയിക്കണം. അധികാരത്തിന്റെ ലഹരി ആരെയും മത്തുപിടിപ്പിച്ചേക്കാം. ഏത് നിമിഷവും ഒരു മടിയുമില്ലാതെ റിട്ടേണിന് വരാനുള്ള ഒരു സിദ്ധാർത്ഥ മനസ്സ്, അത് വേണം വിപ്ലവകാരിക്ക്. സോവിയറ്റ് യൂണിയന്റെ സന്ദേശമുണ്ട്. പുതിയ ക്യൂബ കെട്ടിപ്പടുക്കാൻ എല്ലാ സഹായവും അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടെ പോകണം. അവിടെ മാത്രമല്ല, അയൽ രാജ്യങ്ങൾ മുഴുവനും, ചൈന, കൊറിയ, അൾജീരിയ, ഉറുഗ്വേ, കോങ്കോ, ബ്രസീൽ, ഒരു ലോകയാത്ര തന്നെ. തീർച്ചയായും ഈ ലോകത്തിന്റെ നെറുകയിൽ നിന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറയും, ഒരു പുതിയ ക്യൂബ് കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ എല്ലാ സഹായം ഞങ്ങൾക്ക് വേണമെന്ന്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന ഒരുവൻ, അവരെന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകമാണ്, ഒരു ജനതയാണ് ഞങ്ങളുടെ സ്വപ്നം. അപരിചിതമായ ഭൂഖണ്ഡങ്ങൾ തേടിയുള്ള യാത്ര. അതിനിടയിൽ ഈ ക്യൂബയെ മറന്നു കളയരുത്. ഞാൻ ക്യൂബയോടുള്ള എൻ്റെ കടമകൾ ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ ആ കടമകൾ പൂർത്തിയാകുമ്പോൾ ഒരു ഗറില്ല സഞ്ചിയും തോക്കും വെടിക്കൊപ്പുമായി ഞാൻ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോവുക എന്ന് എനിക്ക് പോലും അറിയില്ല. ലോകത്തെവിടെയും അനീതിക്കെതിരെ പൊരുതുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. ഒരു അടിയന്തര സന്ദേശം. പിക്കുൾ കടൽ പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവറും CIA-യും ചേർന്ന് ഒരു ഗൂഢപദ്ധതി. CIA തലവൻ അലൻ ഡളസ് ആണ് ഈ പദ്ധതിയുടെ മുഖ്യശില്പി. കഴിയില്ല. യാങ്കികളുടെ നീക്കത്തിനും ഈ ക്യൂബയെ തൊടാനാവില്ല. ഞാൻ നേരിട്ട് ഈ പോരാട്ടം നയിക്കും. പാടില്ല, അതെനിക്ക് വിട്ടേരിക്കാം. പിക്കിൾ കടൽ പോരാട്ടത്തിന്റെ സൈന്യാധിപനാകാനുള്ള അവസരം എനിക്ക് തരിക. ഈ ക്യൂബയെ തൊട്ടിൽ കഴുത്തിയരച്ച് കൊല്ലാൻ യാങ്കികളെ നാം അനുവദിക്കില്ല. ഞാൻ നയിക്കാം ആ യുദ്ധം. സമ്മതിച്ചിരിക്കുന്നു. മേജർ ചെഗുവേര പിക്കിൾ കടൽ പോരാട്ടം നയിക്കും. നന്ദി കോമ്രേഡ് ഫിഡൽ. ഈ ക്യൂബയെ ജീവൻ കൊടുത്തു ഞങ്ങൾ സംരക്ഷിക്കും. എന്തിനാണ് ഈ ഉപചാരങ്ങൾ? ഫിഗുൾക്കള സമരത്തിന്റെ 5ാം വാർഷികമല്ല ഇന്ന്. എന്നിട്ട് ആ സമരത്തിന് നേതൃത്വം നൽകി ക്യൂബയെ സംരക്ഷിച്ച ചെഗുവേര എവിടെ? കാമലോ, ഇന്ന് 1965 ഏപ്രിൽ 17 ഞാൻ ജയെ അവസാനമായി കണ്ടത്
കഴിഞ്ഞ മാർച്ച് 14 അന്നാണ് നീണ്ട വിദേശയാത്ര കഴിഞ്ഞ് ചേ ഇവിടെ മടങ്ങിയെത്തിയത്. നോക്ക്, ഇതെന്ത് തെമ്മാടിത്തമാണ് ന്യൂസ് വീക്ക് എഴുതി വെച്ചിരിക്കുന്നത്. $1 കോടി ക്യൂബൻ രഹസ്യങ്ങൾ അമേരിക്കക്ക് വിൽപ്പന നടത്തി ചെഗുവേര ഒളിച്ചോടി പോയെന്ന്. തന്തക്ക് പിറക്കാത്ത തണ്ടികൾ. പത്രപ്രവർത്തനം സാമ്രാജ്യത്വത്തിന്റെ നാണമില്ലാത്ത കൂട്ടിക്കൊടുക്കുക. മാർച്ച് എന്ന വാരികയിൽ ഞാനും വായിച്ചു. രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുകയാണ്. റൗൾ, എന്തിനാണ് ചേ ക്യൂബ വിട്ടു പോയത്? ലോകം കണ്ട മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ് ചേ. നമ്മുടെ വ്യവസായം, ധനകാര്യം എന്നീ വകുപ്പുകൾ ഇത്രയും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഇനി നമുക്ക് വേറൊരാളില്ല. സത്യമാണ്. കരിമ്പ് കൃഷിക്കാരുടെ കൂടെ കരിമ്പ് വെട്ടുന്ന മന്ത്രി, തുറമുഖ തൊഴിലാളികൾക്കൊപ്പം ചരക്ക് കയറ്റുന്ന മന്ത്രി, വെള്ളത്തിൽ മത്സ്യം എന്നതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഭരണാധികാരി, ക്യൂബയെ സോഷ്യലിസത്തിലേക്ക് ആനയിച്ച ആസൂത്രണ വിദഗ്ധൻ. എന്നിട്ട് എന്തുകൊണ്ട് ചേ നമ്മ വിട്ടു പോയി? എനിക്കറിയില്ല. ക്യൂബയുടെ ശബ്ദം ഈ ലോകമാകെ മുഴങ്ങിയത് ചെഗുവേരയിലൂടെയാണ്. UN ജനറൽ അസംബ്ലിയിൽ ഒലിവ് നിറമുള്ള പട്ടാള യൂണിഫോം ഇട്ട ഒരു ഒളിപ്പോരാളിയുടെ കത്തുന്ന വാക്കുകൾ പ്രകമ്പനം സൃഷ്ടിച്ചു. എന്നിട്ട് എവിടെയാണ് ക്യൂബയുടെ നാവായ ചേ? പറയൂ റാവു, ചേ ജീവിച്ചിരിക്കുന്നു. പിഗുൾക്കടൽ തുറമുഖത്ത് അനുസ്മരണ പ്രഭാഷണത്തിൽ. കാമിലോ, റൗൾ, എല്ലാവരുമുണ്ട്. ഒരാളൊഴികെ. എവിടെയാണ് എന്റെ മകൻ ചേ? അമ്മയും അലയുടെയും 5 മക്കളും ഞാനുമെല്ലാം ഒരുമിച്ചാണ് അവസാനമായി ചേയെ കണ്ടത്. 1 മാസം മുമ്പ് എയർപോർട്ടിൽ വച്ച്. അതിനുശേഷം ചേ പൊതുവേദികളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്താണ് കാരണം? ഈ ക്യൂബൻ റിപ്പബ്ലിക്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ അവനെ ഒളിവ് ജീവിതത്തിന്റെ കാര്യമെന്ത്? അറിയില്ല. എനിക്കറിയില്ല. രാജ്യരക്ഷാമന്ത്രിയായ ഞാൻ പോലും എന്തുകൊണ്ടാണ് അറിയാത്തത്? റൗൾ, ഇതിനൊരു അവസാനം. ഈ നിഗൂഢതയുടെ മൂടുപടം വലിച്ചു കീറണം. വിപ്ലവകാരിയായ താന്യ എന്ന യുവതിയെ ചേ എന്തോ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ചേയുടെ വലങ്കയാണ് താന്യ. ആ കാര്യത്തിൽ മാത്രമാണ് എനിക്കറിയാത്തൊരു നിഗൂഢതയുള്ളത്. റൗൾ, അവൻ എവിടെയുണ്ടെന്ന് ഫിഡലിന് അറിയുമോ? അറിയാനിടയില്ല. അറിയാനിടയുണ്ട്. റൗൾ, ചോദിക്കുന്നത് ക്ഷമിക്കണം. അവനും ഫിഡലും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ? അമ്മേ, എന്തായി പറയുന്നത്? പിന്നെ ഞാൻ എന്താണ് കേൾക്കുന്നത്? അവന് നിങ്ങളെയൊക്കെ, ഈ ക്യൂബയെ പിന്നെ അലയുടെ ഒരിക്കലും ലാളിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത 5 മക്കളെ, എല്ലാം പ്രാണനാണ്. മനസ്സിലാഴത്തിൽ മുറിവേറ്റാൽ മാത്രമേ അവനിതെല്ലാം വലിച്ചെറിയാനാവൂ. എന്താണ് ചേയുടെ മനസ്സിലേറ്റ മുറിവ്? അവൻ എനിക്കൊരു കത്തയച്ചിട്ടുണ്ട്. എന്താണത്? പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുകയാണെന്നും എന്നിട്ടൊരു കരിമ്പ് വെട്ടുകാരനായി ജോലി ചെയ്യാൻ പോകുന്നു എന്ന്. റൗൾ, പറയൂ, വ്യക്തികൾ തമ്മിലുള്ള കുടിപ്പോയും മത്സരവും നമുക്കിടയിലുമുണ്ടോ? ഒരു കരിമ്പ് വെട്ടുകാരനാവാൻ മാത്രം ചേ വേദനിപ്പിക്കുന്ന എന്താണ് ഇവിടെ നടന്നത്? കാമിലോ, ഞാൻ പോലും അത് വിശ്വസിച്ചിട്ടില്ല. കത്തിൽ എപ്പോഴും കുസൃതി എഴുതുക അവന്റെ ഒരു ശീലമാണ്. ഈ കത്തിൽ അവൻ അങ്ങനെ തന്നെ എഴുതി. പ്രിയപ്പെട്ട അമ്മയെന്ന് എഴുതേണ്ടതിന് പകരം പ്രിയപ്പെട്ട മോളെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അമ്മേ, അമ്മയോട് ഞാൻ എത്ര തർക്കുത്തരം പറഞ്ഞാലും ഈ കാര്യത്തിൽ എന്തോ മൂടൽ മഞ്ഞു പരന്നതുപോലെ ഒരു നിഗൂഢതയുണ്ട്. ഒരു പക്ഷേ ഒരാളിതറിയും. ഞാൻ പറയാം. പ്രധാനമന്ത്രി
കോമ്രേഡ് ഫിഡൽ കാസ്ട്രോ. ഫിഡൽ അങ്ങിന്റെ മൂത്ത സഹോദരനാണ്. ഒരു പക്ഷേ അതുപോലും നിസ്സാരമാണ്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന മനുഷ്യ മഹാമാതൃകയാണ് എന്റെ വഴികാട്ടിയായ നേതാവ് ഫിഡൽ കാസ്ട്രോ. ഒരിക്കൽ പോലും ഞാൻ അങ്ങയുടെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടില്ല, അല്പം ഒച്ച ഉയർത്തി സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സംശയത്തിന്റെയും ദുരൂഹതയുടെയും ഈ മണ്ണിൽ നിന്ന് അങ്ങയുടെ നെഞ്ചത്ത് വിരൽ ചൂണ്ടി ഞാൻ ചോദിക്കുന്നു, എവിടെ ചെകുവേര? റൗൾ, എന്തൊരപരിചിതത്വമാണ് നിന്റെ വാക്കുകളിൽ. ജനാധിപത്യ കേന്ദ്രീകരണം, ഉരുക്കുപോലുള്ള അച്ചടക്കം, ഇതിന്റെ മറവിൽ സത്യം കൊല ചെയ്യപ്പെടുകയാണോ കോമ്രേഡ്? അമ്മേ, പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നേ പറയുന്നുള്ളൂ, ഞാനും ജയും തമ്മിൽ പൊരുത്തമില്ലെന്ന്. എനിക്ക് ആ നുണയൻ നാവുകളോടൊന്നും ഒരു ബാധ്യതയുമില്ല. എന്നോട് പറയാൻ ബാധ്യതയുണ്ട്. എവിടെയാണ് എന്റെ മകൻ? നീ എന്റെ പിറക്കാതെ പോയ മകനാണ്. ഇനി ഞാൻ പറയട്ടെ, അലയുടെയും മക്കളും അവനെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നാളെ ബ്യൂണസ് അയേഴ്സിലേക്ക് പോകും. മറ്റന്നാൾ അവിടുത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. എനിക്കവനെ ഒന്ന് കണ്ട് സംസാരിക്കണം. മരിക്കുന്നതിന് മുമ്പ്. അർബുദമാണ് എന്റെ രോഗം. അവസാന ഘട്ടം. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് അവനെ എന്റെ അരികിൽ എത്തിക്കണം. അമ്മേ, സത്യം വേദനാജനകമായ ഒരു ഭാരമാണ്. ന്യൂസ് വീക്ക് വാർത്ത വായിച്ച് ക്ഷുഭിതരായി ആയിരങ്ങൾ പുറത്തുണ്ട്. ഫിഡലിന്റെ പ്രതികരണം അറിയാൻ കാത്തു നിൽക്കുകയാണവർ. ആർക്ക് വേണ്ടി ഈ ഭാരം ചുമക്കണം? സത്യത്തിന്റെ വേദന നിറഞ്ഞ ഈ ഭാരം മഹാനായ ചെഗുവേരയ്ക്ക് വേണ്ടി, ലോക വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി. റൗൾ, കാമിലോ, അമ്മേ, ഞാൻ പറയാം. മറ്റു വഴിയില്ലാത്തത് കൊണ്ട് പറയുകയല്ല. ഈ കാര്യം പറയുവാനും ഒരു ദിവസം വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. അത് വന്നെത്തിയിരിക്കാം. എന്താണത്? ഇത് എനിക്ക് എഴുതിയ അവസാനത്തെ കത്താണ്. കഴിഞ്ഞ കുറെ നാളായി ഈ തീക്കനൽ ഉള്ളം കയ്യിൽ വെച്ച് ഞാൻ നടക്കുകയാണ്. പ്രിയപ്പെട്ട ഫിഡൽ, മരിയാൻഡിയുടെ വീട്ടിൽ വെച്ച് നാം തമ്മിൽ ആദ്യമായി കണ്ട നിമിഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ. മരിച്ചാൽ ആരെ വിവരമറിയിക്കണമെന്ന് ഒരിക്കൽ നാം അന്വേഷിച്ചപ്പോൾ അങ്ങനെയും ഒരു സാധ്യതയുണ്ടല്ലോ എന്നോർത്ത് നാം വിസ്മയിച്ചു. ഒരു വിപ്ലവത്തിൽ വിജയം അല്ലെങ്കിൽ മരണം തീർച്ചയാണ്. ഇന്ന് കാര്യങ്ങൾക്ക് അത്രയേറെ നാടകീയതയില്ല. ക്യൂബൻ വിപ്ലവത്തിൻ്റെ കടമ ഭാഗികമായെങ്കിലും ഞാൻ നിറവേറ്റി. ഇനി താങ്കളോടും എൻ്റെ സഖാക്കളോടും പ്രിയപ്പെട്ട ക്യൂബയോടും ഞാൻ വിട ചോദിക്കുകയാണ്. എന്നെ സ്വന്തം മകനായി കരുതിയ ഒരു നാടിനെയും ജനതയെയും ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഈ നാട് പകർന്ന വിപ്ലവ ബോധവും പേറിയാണ് ഞാൻ പുതിയ യുദ്ധഭൂമിയിലേക്ക് പോകുന്നത്. എവിടെ സാമ്രാജ്യത്വ ചൂഷണം തുടരുന്നുവോ അവിടെ മരണം വരെ പോരാടാൻ നിങ്ങളുടെ ചയയുണ്ടാകും. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും നൽകാൻ ഒന്നും എൻ്റെ കയ്യിലില്ല. അതിലെനിക്ക് അല്പം പോലും ഉത്കണ്ഠയുമില്ല. അവർ ക്യൂബയുടെ മക്കളായി വളരും. അങ്ങയുടെ വിശ്വസ്ത സഖാവായി പൊരുതാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എല്ലാവരോടും വിട ചോദിക്കട്ടെ. എന്നുമെന്നും വിജയത്തിലേക്ക്. മാതൃഭൂമി അല്ലെങ്കിൽ മരണം. അമ്മേ, എനിക്കത് മാത്രമേ അറിയൂ. പൊരുതുകയാണ്. മനുഷ്യൻ ദുരിതവും പീഡനവും അനുഭവിക്കുന്ന ഏതോ ഒരു വൻകരയിൽ
ഏതോ ഒരു യുദ്ധഭൂമിയിൽ അവൻ പൊരുതുകയാണ്. എന്റെ സഹോദരൻ, എന്റെ സഖാവ്. എന്താണ്? കയറി വരൂ. പ്രധാന കാര്യം, ഈ ബൊളീവിയൻ കാട്ടിൽ ശത്രുക്കൾ പരക്കെ കടന്നു കയറിയിരിക്കുന്നു. നമ്മുടെ ജാക്കിന്റെ യൂണിറ്റിലെ റോജാസിനെ അവർ വളഞ്ഞു പിടിച്ചു. എവിടെ വെച്ച്? എപ്പോൾ? ഞാൻ ജാക്കിനോട് നിന്നാണ് വരുന്നത്. ഇപ്പോൾ മേജർ ഇറങ്ങിയ ഉടനെ മേജർ ഗോൺസാൽസ് സംഘവും റോജാസിന്റെ കുടിയിൽ നിന്നാണ് പിടികൂടിയത്. അവൻ നമ്മെ ഒറ്റ കൊടുക്കും. അവൻ നമ്മെ ഇല്ല. ഞാൻ നങ്ക ഹൗസ് ക്യാമറയ്ക്കാണ്. ആരെങ്കിലും അയച്ച് ജാക്കിനോട് ഈ ബേസ് ക്യാമറയ്ക്ക് എത്തിക്കാം. ഈ മലയിലെടുപ്പാൽ ലങ്കാ ഹോസ്പിറ്റൽ വേഗം മാറിക്കോളൂ. ഒരുപക്ഷെ ശത്രുക്കൾ എന്നെ പിന്തുടരുന്നുണ്ടാവും. പോവും. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. ആരാണ്? എന്താണ് അവിടെ? പറയടാ, ഈ കൊടുങ്കാട്ടിൽ നീ എന്ത് ചെയ്യുന്നു? ആരാണ് ഇതുവഴി വന്നത്? നീ ചെഗുവേരയെ കണ്ടോ? എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എടാ, അറിയണം. ഈ ബൊളീവിയ ഭരിക്കുന്നത് ബാരിയന്റോസ് ആണ്. അമേരിക്കയുടെ വലം കൈയാണ് അദ്ദേഹം. ബാരിയന്റോസിനെ തകർക്കാൻ നടക്കുന്ന ആ അർജന്റീനൻ താടിക്കാരനെ ഞങ്ങൾ കശാപ്പ് ചെയ്യും. എവിടെ അവസ്മാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ചാകും. കള്ളം. സത്യം പറയാതിരിക്കാനുള്ള സൂത്രം. നമുക്ക് പോകാം. ഇതിന് എന്ത് ചെയ്യണം? വഴിയിൽ ഒരു അടയാളം ഉപേക്ഷിക്കരുത്. ആരെങ്കിലും നമ്മളെ പിന്തുടരും. ആ കൊല്ലിയിലേക്ക് എറിയൂ. വലിച്ചെറിയൂ. ആരുടേതാണ് കരച്ചിൽ? പരസ്യപ്പെടുത്തി. മേജർ ഫിഡലിനെടുത്ത് വിടവാങ്ങൽ കത്ത് പരസ്യപ്പെടുത്തി. എവിടെ നിന്നാണ് മെസ്സേജ്? ഓ, നമ്മളൊന്നും അറിയുന്നില്ല. 2 കൊല്ലമായി ഈ ബൊളീവിയൻ കാട്ടിൽ പത്രങ്ങളിൽ നിറയെ പലതരം കെട്ടുകഥകളായിരുന്നു. ഒടുവിൽ ഫിഡൽ തന്നെ കത്ത് വായിച്ചു. ഇപ്പോൾ ക്യൂബ മുഴുവനും ഉറ്റുനോക്കുകയാണ്. എവിടെയാണ് ചേയുടെ വിമോചന പോരാട്ടമെന്ന്. റോബർട്ടോ, നീ കേട്ടോ ഒരു കരച്ചിന്റെ ശബ്ദം? മേജർ ചേയെ കാണുന്നില്ലല്ലോ. ധാന്യ, എന്താണ് ബൊളീവിയൻ വിപ്ലവ മുന്നണിയിലെ ഉരുക്കുമണിതയുടെ ശബ്ദം പതറുന്നത്? എന്താണ് ധാന്യ? ഇല്ല, ധാന്യ പതറില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു ചെന്നായ കൂട്ടം വട്ടമിട്ട് നിന്ന് മുലക്കണ്ണുകളിൽ കത്തുന്ന സിഗരറ്റ് കുത്തി പൊള്ളിച്ചപ്പോഴും കരയാത്തവളാണ് ഈ ധാന്യ. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ചേ എന്താണ് വരാത്തത്? എന്തോ അപകടം മണക്കുന്നുണ്ട്. കാർലോസ് ആണ്. അവൻ ചേയെ അന്വേഷിച്ചിറങ്ങിയതാണ്. കാർലോസ്! പറയൂ കാർലോസ്. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും? അത് മാത്രം ചോദിക്കരുത്. ഒരാഴ്ചയായി ഒരു തുള്ളി വെള്ളം പോലുമില്ല. കാർലോസ്, എവിടെ ചേ? ഞങ്ങൾ മേജർ ചേയെ കണ്ടില്ല. അമ്മേ, എനിക്ക് വയ്യ. ഞാൻ 6 നാഴിക ഓടി വരികയാണ്. കാർലോസ്, എവിടെ നിന്റെ കൂടെ വന്ന ബെഞ്ചറ്റും മാർക്കോസും? ലങ്കാഗോസ് നദിക്കരയിൽ 2 പട്ടാളക്കാരെ കണ്ട് സംശയിച്ച് മാർക്കോസ് വെടിവെച്ചു. ആരാണ് ഓർഡർ തന്നത്? വെടിവെച്ചാൽ ഈ ക്യാമ്പ് അവർ കണ്ടുപിടിക്കും. അതല്ല സഖാവ് താനിയ. വെടിവെച്ചപ്പോൾ
ഞങ്ങൾ കയറിയ കൊച്ചു തോണി മറിഞ്ഞു. ഞാനും മാർക്കോസും നീന്തി കരപറ്റി. മാർക്കോസ് എങ്ങോ ഓടി. പക്ഷെ ബെൻഡിക്റ്റ് പറയൂ, എന്തു പറ്റി? ബെൻഡിക്റ്റ് പോയി. സഹായത്തിന് കൈനീട്ടി. ഒഴുക്കിൽ അകന്നകന്നു പോയ ബെൻഡിക്റ്റ്. എനിക്ക് വയ്യ. ബെൻഡിക്റ്റ്, ദുരന്തങ്ങൾ കേട്ട് കാതു തഴമ്പിച്ചുവല്ലോ. മാർക്കോസിനെ കാണാനില്ല. ബെൻഡിക്റ്റ് മുങ്ങി മരിച്ചു. ഞാൻ എങ്ങനെ മേജർ ജെയുടെ മുഖത്ത് നോക്കും? താന്യ, ആരോ ഛർദിക്കുകയാണ്. ആരാണെന്നറിയില്ല. മിഗ്വേലിനും ഉർബാനയ്ക്കും നല്ല പനിയാണ്. എല്ലാവരുടെയും കാലിൽ നീര് വന്ന് വീർത്തിട്ടുണ്ട്. റോബർട്ടോ, നമ്മൾ തോൽക്കുകയാണോ? ബൊളീവിയ വിമോചിപ്പിക്കാനെത്തിയ നമ്മളെ ഇവിടുത്തെ കർഷകർ അപരിചിതരെ പോലെ തുറച്ചു നോക്കുന്നു. ഇവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? തുടക്കത്തിൽ ക്യൂബയേക്കാൾ സാഹചര്യമെല്ലാം അനുകൂലമായിരുന്നു. പക്ഷേ ക്യൂബയിൽ നമ്മളെ അവർ സ്വന്തം നാട്ടുകാരായി കരുതി. ഇവിടെ ഏതോ വിദേശികളായും. ഒരു കാര്യം സത്യമാണ്, വിപ്ലവം ഒരു രാജ്യത്തും ഇറക്കുമതി ചെയ്യാനാവില്ല. എന്തുണ്ടായി? നാസികളോട് പൊരുതി മരിച്ച ജർമ്മൻ വിപ്ലവകാരികളായ ഒരച്ഛന്റെയും അമ്മയുടെയും മകൾ തൊട്ടിലിൽ കിടക്കുമ്പോൾ മുതൽ വെടിയൊച്ച കേട്ടു വളർന്ന താന്യ എന്താണ് പതറുന്നത്? വിപ്ലവ ദൗത്യവുമായി 4 വർഷം മുമ്പേ വന്നവളാണ് ഞാൻ. ചോരയും തോക്കും യുദ്ധവും ഒന്നും എന്നെ തളർത്തിയിട്ടില്ല. പക്ഷേ ഇതെന്നെ തളർത്തുകയാണ്. പറയൂ സഖാവ് താനിയ, എന്തായാലും പറയൂ. കുടിക്കാൻ ഒരിറ്റ് വെള്ളമില്ലാതെ മിഗ്വേലും ഡാറിയലും സ്വയം മൂത്രമൊഴിച്ചു കുടിച്ചു. ഇപ്പോൾ ഛർദ്ദിക്കുകയാണ്. ഈ ഭൂമിയിൽ സൗന്ദര്യം നിർമ്മിക്കാൻ നാം നമ്മുടെ ജീവിതം ബലിയർപ്പിക്കുകയാണ്. ചേക്ക് കടുത്ത ആസ്മയാണ്. കാലിൽ നീര് മാത്രമല്ല, വല്ലാതെ പഴുത്തൊരു വ്രണവുമുണ്ട്. മരുന്ന് മുഴുവനും തീർന്നു. ആഹാരത്തുള്ള സാധനം വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചതായിരുന്നു. അത് നടന്നില്ല. അതാ ചിഗുവേര ഇങ്ങോട്ട് വരുന്നുണ്ട്. മുടന്തിയാണല്ലോ വരുന്നത്. കുതിരയ്ക്ക് എന്ത് പറ്റി? എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ സുരക്ഷിതനായി തിരിച്ചെത്തി. അസുഖമുണ്ടെന്ന് എന്തെങ്കിലും സമ്മതിച്ചു തന്നിട്ടുണ്ടോ? കാലിൽ ചെറിയൊരു പഴുപ്പുണ്ട്. അതിന്റെ ചെറിയൊരു പനി, പിന്നെ കുറച്ച് ആസ്മയും. കാർലോസ് കോമ്രേഡ്, ഞാൻ അറിഞ്ഞു. കാർലോസ് സഹിക്കുമോനെ. ഒരിക്കൽ പോലെ ഉറച്ച മനസ്സ്, അത് മാത്രമാണ് ആശ്രയം. ഇവിടെ ചൊല്ലിയവരെ ഓർത്ത് കരയാൻ നമുക്ക് നേരമില്ല. നമ്മൾ തോൽക്കുകയാണോ? തോൽവി എന്നൊരു പദം നമ്മുടെ ഭാഷയിലില്ല. അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ പിന്നെയും പിന്നെയും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എന്നേക്കുമായി വിജയിക്കാൻ. മേജർ, എന്താണ് ഇത്രയും അവസരമായി നടന്നു വന്നത്? കുതിര എവിടെ? ഉയർന്ന മനുഷ്യരാകാൻ നമ്മ സത്യമായും പരീക്ഷിക്കുന്ന മുഹൂർത്തങ്ങൾ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണിത്. നമ്മുടെ അച്ചടക്കം വല്ലാതെ തകർന്നിട്ടുണ്ട്. എന്റെ പോലും മനസ്സാന്നിധ്യം പതറിയിട്ടുണ്ട്. ഓടിയലഞ്ഞ് ബോധം കെട്ട് 2 മണിക്കൂർ കാട്ടുവഴിയിൽ ഞാൻ കിടന്നു. ഉണർന്നപ്പോൾ പട്ടിണി കൊണ്ട് അവശയായ എന്റെ കുതിര നടക്കാൻ മടിച്ചു. എന്തോ സമനില തെറ്റി. കയ്യിലെ പേനാകത്തി കൊണ്ട് ഞാൻ അതിന്റെ കഴുത്തിനൊന്ന് കുത്തി. ആജ്ഞാപിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധികാരിയല്ല ഞാൻ. ആത്മവിമർശനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ ചെയ്ത തെറ്റാണ്. അവരിപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടാകും. റോജാസിനെ പട്ടാളം മലയിട്ട് പിടിച്ചു. അവൻ ഒറ്റ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ റോജാസ് നമ്മെ ഒറ്റ കൊടുക്കുമോ?
കുറച്ചു നാളെ കൂടുതൽ താമസിച്ചല്ലേ? മേജർ, നാം ഇപ്പോൾ എത്ര പേരുണ്ട്? നാം 37 പേരുണ്ടായിരുന്നു. ആതിരപ്പുഴ, ബെൻഡിക്സ്, പറഞ്ഞവരുടെ പേരുകൾ അത് പറയരുത്. വീരലിൽ എണ്ണാവുന്നവർ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ 100 കണക്കിന് ശത്രുക്കളെ നാം തുരത്തി. റോബർട്ടോന്റെ അനിയൻ കൊക്കോയെ വെടിവെച്ച് കൊന്ന് ഇതാ ഈ വഴിയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. വിജയം അല്ലെങ്കിൽ മരണം. കോമ്രേഡ്, എഴുന്നേൽക്ക്. ശത്രു അടുത്തെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ജാക്കിനോളിന്റെ പട്ടാളം അണിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. റോബർട്ടോ, ഞാൻ പിടിക്കപ്പെട്ടാലും ഈ യുദ്ധം തുടരണം. എനിക്ക് ശേഷം റോബർട്ട് യുദ്ധത്തിന്റെ കമാൻഡർ ആയിരിക്കും. അത് മാത്രം പറയരുത്. ചെഗുവേരയെ പിടിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ടീനോ, ആന്റോണിയോ, ഉർബാനോ, അന്ത്യസമരത്തിന് സമയമായി. ആയുധങ്ങൾ മുഴുവൻ എടുക്കൂ. കൊക്കോവിന്റെ മൃതദേഹം ഇപ്പോൾ മറവ് ചെയ്യണ്ട. യൂറോമനടുക്ക് വഴി നമുക്ക് ഹിക്കുവേരിലെത്തണം. 250 പട്ടാളക്കാർ നമ്മുടെ വഴിയിൽ തടയാനുണ്ടാകും. അവിടെ നിന്ന് ബെല്ലാക്രാൻഡിയിലേക്ക്. പട്ടാളം വെടിവെച്ച് കൊന്നു. അവരെ മോചിപ്പിക്കാൻ നമ്മുടെ താനെ പൊരുതി മരിച്ചു. യൂണിറ്റിനെ നദികടത്താൻ ശ്രമിച്ച താനിയെ പട്ടാളം വെള്ളത്തിലിട്ട് വെടിവെച്ച് കൊന്നു. കൊണ്ട് പിന്നെ കീറിയ താനയുടെ ശരീരത്തിൽ ഒഴുകിയ ചോരയിൽ നദി കലങ്ങി. എന്റെ നെഞ്ചു നിറയെ വെടിയേറ്റിട്ടുണ്ട്. അങ്ങെനിക്ക് എന്റെ അച്ഛനെ പോലെയാണ്. അങ്ങയുടെ കൈത്തണ്ടയിൽ കിടന്ന് എനിക്ക് മരിക്കണോ? അവരുടെ അടുത്തെത്തി കഴിഞ്ഞു. രക്ഷപ്പെടുക, രക്ഷപ്പെടുക. ഹസ്താല, വിക്ടോറിയ, സിയംബ്രേഡ്. മരിച്ചു വീഴുമ്പോഴും ഇടം പോലെ നോക്കാത്ത പൊരുതുക, പൊരുതുക. പോകൂ മേജർ. ഇനി നാം തമ്മിൽ കണ്ടെന്നു വരില്ല. ആദ്യം ആര് മരിച്ചാലും നമ്മിലൊരാൾ ഈ പോരാട്ടം തുറന്നു നയിക്കും. വിക്ടോറിയ, സിയംബ്രേഡ്. Major Gonzalez speaking. Attention, CIA Major Raul Sutton. Papi, ഒടുവിൽ അവൻ എന്റെ പിടിയിലായി. ഭീരു, നിരായുധനായ ഒരാളുടെ കൈകെട്ടി വിരസം പറയണ്ട. മേജർ ഗോൺസാലസ്,
CIA തലവൻ ഷെൽട്ടനോടും അമേരിക്കൻ പ്രസിഡന്റ് ജോൺസണോട് ചെന്ന് പറയ്, യുദ്ധം തുടരും. ഇല്ല ഡോക്ടർ ചേ, നിങ്ങളുടെ യൂണിറ്റിന്റെ മുഴുവൻ ഞങ്ങൾ കൊന്നു. ഞങ്ങൾ ഒരു വലിയ യൂണിറ്റാണ്. എല്ലാ വൻകരയിലുമുള്ള ജനങ്ങൾ ഒത്തുചേർന്ന ഒരു മേജർ യൂണിറ്റ്. ഞങ്ങളുടെ രാജ്യത്തെ മികച്ച ഷൂട്ടർ തന്നെ വേണം നിങ്ങൾക്ക്. സെക്കൻഡ് ലഫ്റ്റനന്റ് മാരിയോ തറാൻ. ഡോക്ടർ ചെഗുവേര, നിങ്ങളെ ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞാലും ഈ ലോകം വിശ്വസിക്കില്ല. മരിച്ച ഉടൻ നിങ്ങളുടെ മുഖത്തിന്റെ ഒരു മോഡൽ ഞങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ എടുക്കും. ഒരു ജീവിതമപ്പാടെ ഈ ലോകത്തിന് ബലി നൽകിയ ത്യാഗിയായ വിപ്ലവകാരിയല്ലേ നിങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗം കൂടി. ഗ്വാട്ടിമാലയിലും ക്യൂബയിലും ബൊളീവിയയിലുമെല്ലാം ജനങ്ങൾക്കൊപ്പം തോക്കേണ്ടിയ ക്യൂബയുടെ ഭരണചക്രം തിരിച്ച താത്വിക ഗ്രന്ഥങ്ങളും കവിതകളും രചിച്ച നിങ്ങളുടെ കൈകൾ ഞങ്ങൾക്ക് വേണം. മരിച്ചത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്താൻ. ധൈര്യമുണ്ടെങ്കിൽ ഉടനെ വെക്കാം. കൈ വെട്ടിയെടുത്ത ഊട്ടൻ. ഡോക്ടർ ചെഗുവേര, നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? വിപ്ലവത്തിന്റെ അനശ്വരതയെ കുറിച്ച്. വിക്ടോറിയ, സിയംബ്രെ. പ്രിയപ്പെട്ട ചേ, ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഒഴിച്ചെടുക്കപ്പെട്ട കുറെ അസ്ഥിഖണ്ഡങ്ങളല്ല, മരണമില്ലാത്ത മനുഷ്യമോചനത്തിന്റെ മഹാസ്വപ്നങ്ങൾ. തുടരുന്ന വർഗയുദ്ധങ്ങളുടെ തുരുമ്പെടുക്കാത്ത ആയുധങ്ങൾ. ഭൂമിയിൽ ദുഃഖിതരും പീഡിതരുമുള്ള കാലത്തോളം, ദുഃഖങ്ങളും ദുരിതങ്ങളും പെരുമഴയായി പെയ്യുവോളം, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ പോരാട്ടവും ആയുധങ്ങളും കൈമാറ്റം ചെയ്യപ്പെടും. ഈ വെടിയൊച്ചകൾ തുടരുക തന്നെ ചെയ്യും. ജീവിതം പേരതിന്നു ചേകുവേരാ. സൂര്യഹൃത്തടത്തിൽ അന്ന് ഭൂമി മോചന സ്വപ്നം പേറി നിന്ന ചേകുവേരാ.